ഒരുവനും പാപം ചെയ്യുന്നില്ല. കാരണം ദൈവ ചൈതന്യം അവരിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പറ്റത്തില്ല, പാപം ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ശരീരത്തിന് പാപം മരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. പാപത്തിന് നമ്മൾ മരിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. പാപം ചെയ്യാത്തതല്ല, കൃപയാൽ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പാപം ചെയ്യാത്തതല്ല, പറ്റാറില്ല. ഹല്ലേലൂയ. നിങ്ങൾ പാപം ചെയ്യാത്തതല്ല, ജനിച്ചൊരു ദൈവത്തിൽ നിന്നായി പോയി. ഒരാമേൻ പറ. മനുഷ്യന്റെ ജനനം മരിച്ചു. അവിടെ യേശുവിന് വീണ്ടും ജനിച്ചപ്പോഴത്തേക്കും, യേശുവിന് വിശ്വസേറ്റ് പറഞ്ഞപ്പോഴത്തേക്കും മനുഷ്യൻ മരിച്ചു. ദൈവത്തിന്റെ മകൾ ജനിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിനകത്ത് പാപമില്ലാത്തത് കൊണ്ടാണ് നിനക്ക് പാപം ചെയ്യാൻ പറ്റാത്ത. ഹല്ലേലൂയ. ആഗ്രഹിച്ചാൽ പോലും ചിലത് പറ്റാത്തതിന്റെ കാര്യം അതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. പിശാച് വിചാരിക്കും നിന്നെ പാപത്തിനകത്ത് വീഴ്ത്താൻ വന്നു, നടക്കത്തില്ല. ഒരാമേൻ പറ. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിനകത്ത് വീട്ടിൽ നിന്നെ തോൽപ്പിക്കാൻ വന്ന് പിശാച് വിചാരിക്കും, നടക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്റെ അപ്പന്റെ പേര് മാറിപ്പോയെന്നെ. ഒരാമേൻ പറഞ്ഞേ. അപ്പന്റെ പേര്, എന്റെ അപ്പന്റെ പേര് യൂജിൻ എന്നാ. പക്ഷെ അതല്ല, ഞാൻ പറയും യൂജിൻ അല്ല എന്റെ പേര്, എന്റെ അപ്പന്റെ പേര് യഹോവ എന്നാ. ഒരാമേൻ പറ. നിങ്ങളുടെ അപ്പന്റെ പേര് മാറിപ്പോ യഹോവ എന്നായിപ്പോ. ഹല്ലേലൂയ. അതുകൊണ്ടാ പാപം ചെയ്യാൻ പറ്റാത്ത. ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബം മാറിപ്പോയി. ഇവിടുത്തെ കുടുംബമല്ല, കുടുംബം മാറിപ്പോയി, സ്വർഗത്തിലെ കുടുംബമായിപ്പോയി. ഹല്ലേലൂയ. അവിടെ പാപമില്ല, അതുകൊണ്ട് നിനക്ക് പറ്റത്തില്ലേ. ഹല്ലേലൂയ പറഞ്ഞേ. അവിടെ ശാപമില്ലാത്ത ആ കുടുംബത്തിനകത്ത് ശാപമില്ലെന്നേ, അതുകൊണ്ട് നിനക്കും പറ്റത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ആ കുടുംബത്തിനകത്ത് മരണമില്ലെന്നേ, അതുകൊണ്ട് നിനക്കും പറ്റാത്ത. ഒരാമേൻ പറഞ്ഞേ. ആ കുടുംബത്തിനകത്ത് തകർന്നു കിടക്കുന്നവരില്ലെന്നേ, അതുകൊണ്ടാണ് നീയും തകർന്നു പോകാത്തത്. ഹല്ലേലൂയ. തീർക്കാൻ പലതവണ പിശാച് നോക്കിയിട്ടും സംഭവിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയാവോ? അപ്പന്റെ പേര് മാറിപ്പോയി. ഹല്ലേലൂയ പറഞ്ഞേ. കുടുംബം മാറിപ്പോയെന്നേ. ഹല്ലേലൂയ പറ. കുടുംബം മാറിയത് കൊണ്ടാ തീരാത്തെ. ഹല്ലേലൂയ. പിശാച് പറയും നിന്നെ തീർക്കും, തീരത്തില്ല. ഒരാമേൻ പറ. അപ്പുറം ഇപ്പുറം കൈ കൊടുത്ത് പറ, തീരത്തില്ലെന്ന് പറ. തീരത്തില്ല. കാരണം കൂടെ പറഞ്ഞു തരാം, എന്റെ ദൈവം തീർന്നില്ല. ഹല്ലേലൂയ. കാരണം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തീരത്ത കാരണം ഇത്രേ ഉള്ളൂ, ദൈവം തീർന്നില്ലെന്നേ. ഹല്ലേലൂയ. എന്റെ ദൈവം തീർന്നില്ലെങ്കിൽ നിങ്ങളും തീരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപത്തിനകത്ത് വീഴ്ത്താമെന്ന് പിശാച് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം എന്റെ ദൈവം പാപത്തിൽ വീണില്ല. ഹല്ലേലൂയ. നമ്മൾ പറയും അടുത്ത കാര്യം വെച്ചാൽ നമ്മൾ ദൈവമെന്ന് പറയുമെങ്കിലും സാധാരണ ലോക മനുഷ്യന് മാത്രം ഇദ്ദേഹം ദൈവം, നമുക്ക് അപ്പനാ. ഒരാമേൻ പറ. ലോക മനുഷ്യന്മാര് ഈ ദൈവത്തിനെ ദൈവം എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കും അപ്പൻ. ഹല്ലേലൂയ. അപ്പനാണെന്നുണ്ടെങ്കിൽ ഇതുകൂടെ പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അപ്പനാണെന്നുണ്ടെങ്കിൽ അപ്പന്റെ സകല സമ്പത്തിനും നമ്മളെ അവകാശങ്ങൾ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പന്റെ അകത്തുള്ള സകലത്തിനും അവകാശം നമ്മളാ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പറഞ്ഞ എന്റെ അപ്പൻ അധികാരത്തിലാണ് ജീവിക്കുന്നത്. ആമേൻ പറ. അതുകൊണ്ട് എനിക്ക് അധികാരത്തിലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 1:26 കർത്താവ് പറഞ്ഞ ഇങ്ങനെയാണ്, നമുക്ക് നമ്മുടെ